بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. നമ്മൾ ഒന്നാമത്തെ ഹദീസ് പറഞ്ഞു അല്ലേ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അതിൽ നമുക്ക് ഇസ്മുകളും ഫീലുകളും ഹർഫുകളും നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റുമോ? ആ ഹദീസിന്റെ മാത്രം മതി, ഹദീസിൽ മാത്രം മതി. പിന്നെ ഇമ്രാത്തിൻ മതി ക്ലിയർ ആണ്. അതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം ചെറിയൊരു പിഴവുണ്ട് പറയാം. ഇന്നലെ നമ്മളൊരു ബി എന്നൊരു ലെറ്റർ പറഞ്ഞിരുന്നു അല്ലേ? അതായത് എന്താ, എവിടെയാ പറഞ്ഞ നമ്മള് ഇന്നലെ പറഞ്ഞ ഉദാഹരണത്തിന് ഒരു ബി നമ്മളെ നഹ്വുൽ വാദിയിലൊരു ഉദാഹരണത്തിൽ ബി ഞാൻ പറഞ്ഞല്ലോ, അത് ബി എന്നുള്ളത് ചേർത്ത് എഴുതും, പക്ഷെ അത് വേറൊരു സെന്റൻസ്, വേറൊരു ഏതെങ്കിലും ഉദാഹരണം ഓർമ്മ ഉണ്ടാവും? ഓക്കെ, അത് പറയാം. ഇവിടെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഇതൊരു പൂർണ്ണമായ ജുംലത്തുൽ മുഫീദയാണ്. ഇന്നലെ നമ്മൾ പഠിച്ച പോലെ ജുംലത്തുൽ മുഫീദയാണ്. അൽ അഅ്മാലു ഇസ്മാണ്, അന്നിയാത്ത് എന്നുള്ളത് ഇസ്മാണ്. ഇന്നമ എന്നതും ബി എന്നതും ഹർഫാണ്. ഇന്നമ എന്നതും ബി എന്നതും ഹർഫാണ്. അല്ലല്ല, ഇസ്മു ഫീല് ഹർഫിലെ ഹർഫാണ്. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? തീർച്ചയായും മുഴുവൻ പ്രവർത്തനങ്ങളും മുഴുവൻ നിയ്യത്തുകളെ കൊണ്ടുമാണ് എന്നാണ് പൂർണ്ണമായ ആശയം തന്നെയാണ്. അപ്പൊ ഇവിടെ തീർച്ചയായും എന്നൊരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നമ എന്നത് കൊണ്ടുവന്നത്. ബിന്നിയാത്തി എന്നുള്ളത്, ബി എന്നത് ഒരു ഹർഫ്, അതിന് ശേഷമുള്ളതിന് കണ്ടോ ജറ് കൊടുത്തത്, കസ്റ് കൊടുത്തത് കണ്ടോ, ബിന്നിയാത്തി. ബിന്നിയാത്തി ഇന്നലെ നമ്മൾ പറഞ്ഞു കൊടുത്ത ഉദാഹരണം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഏത് ഒരു കസ്റ് പറഞ്ഞത് ഓർമ്മയില് വരുന്നില്ല, അപ്പൊ അതേതാണ് എന്തോ ഒരു ബി നമ്മൾ പറയും ചെയ്തു. അത് കതബ്തു ബിൽ ഖലമി, ഉദാഹരണം പറയാം. കതബ്തു ഞാൻ എഴുതി, ബിൽ ഖലമി പേന കൊണ്ട് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊരു ഇസ്മും ഒരു ഇസ്മും ഒരു ഖബറും പാടെ കൂടിയ, അതായത് ഒരു സെന്റൻസ് ആണ്. ഇത് ഫീലല്ല, ഫീൽ ഇതിലില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ളതിൽ എന്തില്ല? ഫീലില്ല, വെർബില്ല. രണ്ട് ഇസ്മുകളാണ്, പിന്നെ രണ്ട് ഹർഫുകളാണ്, പിന്നെ ബി എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഒരു ജുംലത്ത് മുഫീദയാണ്. 4 പദങ്ങളെ കൊണ്ടാണ് ഈ ജുംല ഉണ്ടായിരിക്കുന്നത് അല്ലേ? 4 പദം. ഇനി അടുത്ത് നോക്ക്, ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അതും പൂർണ്ണമായ ആശയം നൽകുന്ന ഒരു സെന്റൻസ്, ജുംലത്ത് മുഫീദയാണ് അല്ലേ? അതിൽ നിങ്ങൾ പറഞ്ഞു ഇംറിഇൻ എന്നത് ഇസ്മാണ്. ഞാൻ പറയാണ്, ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കണേ, കുല്ല് എന്നതും ഇസ്മാണ്, മുഴുവൻ എന്നാണ് അർത്ഥം. കുല്ല് എന്നതും ഇസ്മാണ്.
ഓൾ എന്ന് പറയല്ലോ നമ്മള്, ഓൾ. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇസ്മ എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന ഒരു നൗണ് എന്നൊരർത്ഥം മാത്രം വെക്കാൻ പാടില്ല. അറബിയിൽ പ്രൊനൗണ് വരും. ഇതിൽ ഇസ്മു എന്ന് പറയുമ്പോൾ, അറബിയിൽ ഇസ്മു എന്ന് പറയുമ്പോൾ പ്രൊനൗണ് വരും, അഡ്ജക്റ്റീവും വരും. അതെ, പ്രൊനൗൺ ഹി, ഷി, ഐ, യു, ദേവി എന്നുള്ള ആ പ്രൊനൗണുകളും അതുപോലെ അഡ്ജക്റ്റീവും വരും. ഇതിൽ ഇസ്മില്. അപ്പൊ ഇതിൽ ഇസ്മിന്റെ മീനിങ് കുറച്ച് കൂടി വിശാലമാണ് അറബിയില്. അപ്പൊ ഇന്നമ തീർച്ചയായും ലി കുല്ലിംരിൻ ആണ്. ലി എന്നതും ഒരു ഹർഫാണ് കേട്ടോ. ലി എന്നതും ഒരു ഹർഫാണ്. നമ്മൾ അൽഹംദു ലില്ലാഹി എന്നാണല്ലോ പറയാം. എന്നതിന്റെ അർത്ഥം അൽഹംദു, എല്ലാ സ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനിക്കാണ്, അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാണ് നമ്മളതിന്റെ അർത്ഥം, അല്ലെ? ലില്ലാഹി എന്നാണ് പറയാം. അള്ളാഹു എന്നുള്ളത് അവിടെ ലീ വന്നതുകൊണ്ട് ലില്ലാഹി എന്നായി. അതേപോലെ ലി കുല്ലി, കണ്ട, ലി കുല്ലി എന്നായി. ഇംരിഇൻ, എല്ലാ മനുഷ്യനുക്കുമുണ്ട്, മാ, ഒന്ന്, നവ, അവൻ കരുതിയ ഒന്ന്. അപ്പോ നമ്മളൊരു മലയാളത്തില് ഒരു ഒരു മീനിങ് പറയുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും അവർ കരുതിയ ഒന്ന് ലഭിക്കും. എല്ലാവർക്കും അവന് കരുതിയതുണ്ട്. അപ്പൊ അതും എന്ത് തന്നെയാണ്, ഒരു സെന്റൻസ് ആണ്. പൂർണ്ണമായ ആശയം കിട്ടുന്ന ജുംലത്തുൽ മുഫീദയാണ്. പക്ഷെ അതില് ഇന്നമ എന്നുള്ളൊരു ഹർഫ്, ലീ എന്ന മറ്റൊരു ഹർഫ്, കുല്ലി എന്നൊരു ഇസ്മ്, ഇംരിഇൻ എന്ന മറ്റൊരു ഇസ്മ്, മാ എന്ന ഒരു ഹർഫ്, നവ എന്ന ഒരു ഫീല്, 6 പദമാണ് അതിനുണ്ട്. നവ എന്നുള്ളത് മാലിയായ ഫീലാണ്, വെർബാണത്, കരുതിയിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ കരുതിയ ഒന്ന് അവന് ലഭിക്കും. ഓരോ ആളുകൾക്കും കരുതിയ ഒന്ന് ലഭിക്കും. കേട്ടോ, ഇതേപോലെ നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാം. ഇനി എന്താ പറയാ, നമുക്ക് നമ്മൾ കരുതിയത് കിട്ടും എന്നുള്ളതിന് ഞാനത് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഇന്നമ ലന മാ നവൈന, അങ്ങനെ പറയാം. ഇന്നമ ലന മാ നവൈന. നമ്മള് നിയ്യത്ത് വെക്കുമല്ലോ നോമ്പിനിക്ക്, നവൈത്തു എന്നാണ് പറയാ, അല്ലെ? പള്ളിയിൽ കയറുമ്പോഴും നമ്മൾ നവൈത്തു, അതുപോലെ ഇരിക്കുന്ന സമയത്തൊക്കെ അതിന്റെ അർത്ഥം എന്താ? ഞാൻ കരുതി എന്നാണ്. അപ്പൊ ഒരു ഫീലിന് 14 ഫോംസുകൾ വരും. നവ എന്ന് പറഞ്ഞാൽ അവൻ കരുതി എന്നാണ് അർത്ഥം. നവ. ഇപ്പോ നസറ എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചു. ഞാൻ സഹായിച്ചു എന്നാവുമ്പോ നസർത്തു എന്ന് പറയും. ഇവിടെ നവ എന്നുള്ളത് അവൻ കരുതി, നവൈത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കരുതി. നമ്മൾ നിയ്യത്ത് വെക്കണാണല്ലോ, നവൈത്തു സൗമദിൻ, നാളത്തെ നോമ്പ് ഞാൻ നോറ്റു വീട്ടുവാൻ കരുതി. അപ്പൊ ഈ 14 ഫോംസ് നമ്മൾ പഠിക്കും. ഒരു ഫീലിന്റെ 14 ഫോംസ് നമ്മൾ പഠിക്കും. ഞാനിപ്പോ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാണ്. ഇന്നമ ലി കുല്ലിംരിഇൻ മാനവ. ഇനി ഒന്ന് വിശദീകരിക്കുകയാണ്. ആ വിഷയം ഒന്ന് വിശദീകരിക്കുകയാണ്. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അത് മൊത്തമാണ് ഒരു ജുംല. അത് മൊത്തമാണ് ഒരു ജുംലത്തു മുഫീദ. എന്താ അതിന്റെ അർത്ഥം വരിക? ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. പോയാൽ അല്ല, അതെ, അതിന്റെ പൂർണ്ണമായ ആശയം നമ്മൾ പറയുമ്പോൾ ഒരാൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ഹിജ്റ പോകുന്നത് എങ്കിൽ അവന്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ആണോ? അപ്പൊ എത്ര വലിയ സെന്റൻസ് ആണത്. ഒരാളുടെ ഹിജ്റ അള്ളാഹുവിനേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്കിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അപ്പൊ അതിൽ നോക്ക് എത്ര പദം അറിയോ? ഫ എന്നത് ഹർഫാണ്. ഫ. മൻ എന്നത് ഒരാൾ എന്നാണ്, അത് ഇസ്മ. മൻ, ഒരുവൻ.
ഹൂ നമ്മൾ പറയുമല്ലോ ഇംഗ്ലീഷിൽ, ഹൂ എന്ന് പറയുന്ന പോലെ ഒരു ഇസ്മാണ്. കാനത്ത് അത് ഫീലാണ്. കാനത്ത്, കാന കാന കാനു, കാനത്ത്. ഹിജറത്തു അത് നിങ്ങൾ പറഞ്ഞ ഇസ്മാണ്. ഹൂ എന്നുള്ളതും ഇസ്മാണ്. അവന്റെ ഹിജറ എന്നാണ്. അപ്പൊ ഹിജറത്തു ഹൂ എന്നുള്ളതിന് രണ്ട് ഇസ്മുണ്ട്. ഹിസ് ജേർണി, മൈ ജേർണി എന്ന് പറയുമല്ലോ, എന്റെ യാത്ര, അവന്റെ യാത്ര. അതേപോലെയാണ് ഹിജ്റത്തു, അവന്റെ ഹിജറ. ഇല എന്നുള്ളത് ഹർഫാണ്. ഏതുപോലെ നമ്മൾ ബി പറഞ്ഞ പോലെ, ബി എന്നത് ബി ലി മിൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ശേഷമുള്ളതിന് കസ്ർ ചെയ്യും. ആണോ? ഇലല്ലാഹി, ഇലല്ലാഹി. അള്ളാഹു എന്നുള്ളതിനൊക്കെ അവിടെ വായിച്ചത് എങ്ങനെ? ഇല വന്നതുകൊണ്ട് ഇലല്ലാഹി എന്നാ വായിച്ചത്. വ റസൂലിഹി, യെസ് യെസ് യെസ്, വെരി ഗുഡ്. അതാ ഞാൻ പറഞ്ഞത്. ബിസ്മി, ആണോ? ബിസ്മി എന്നാണ് നമ്മൾ വായിച്ചത്. ബിസ്മി. അൽഹംദു ലില്ലാഹി, ലില്ലാഹി. അതേപോലെ ഇവിടെ കണ്ടോ, ലികുല്ലി ബിന്നിയാത്തി ഇലല്ലാഹി വറസൂലിഹി. ഇവിടെ മേലെ ഒന്നുകൂടി കാണാം, അൻ അമീരി, അൻ അമീരി. ഇങ്ങനെ 19 ഹർഫുകളുണ്ട്. ഇങ്ങനെ ശേഷമുള്ളതിലേക്ക് 19 എണ്ണം ഉണ്ട്. ശേഷമുള്ളതിലേക്ക് ശേഷമുള്ളതിലേക്ക് ജെറ് ചെയ്യുന്ന അതിന് പറയാം. ജെറ് എന്നാണ് പറയാം നമ്മള്. ജെറിന്റെ ഒരു അടയാളമാണ് കസ്ർ എന്നുള്ളത്. ജെറിന്റെ അടയാളമാണ് എന്ത്? കസ്ർ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ 19 ഉണ്ട്. ഇങ്ങനെ ജെറ് ചെയ്യുന്ന ഹർഫുകൾ 19 ഉണ്ട്. അത് നമ്മൾ ഇതിൽ പറയും. ഇതിൽ തന്നെ ഓരോ ചാപ്റ്റർ അതിനായിട്ട് വരും. ഇത് അപ്പൊ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കി വെച്ചാല് നമുക്കത് എളുപ്പമായിരിക്കും. ഇങ്ങനെ ജെറ് ചെയ്യുന്നത്, ശേഷമുള്ളതിന് കസ്ർ ചെയ്യും. ഇവിടൊക്കെ കാണാം, നമ്മള് വായിക്കണോടത്തൊക്കെ കാണാം. ഇപ്പൊ ഇവിടെ എന്താ ഫി, ഫി ഉണ്ടോ? ഫിൽ ഇഖ്ലാസി എന്ന് പറയാം. ഫി ജമീഇ, ഫി ജമീഇ കണ്ടോ? അപ്പൊ എത്ര അക്ഷരായി? ഒന്ന് ഫീ എന്നായി. പിന്നെ അതാ അൻ എന്നായി, ഇതവിടെ 2. പിന്നെ ബി എന്നായി 3, ലി എന്നായി 4, ഇല എന്നായി 5. 5 അക്ഷരം ഇപ്പൊ തന്നെ ആയി, നമ്മൾ കണ്ടു. ഇനിയുണ്ട് 14 അക്ഷരം വേറെ. അതെല്ലാം ഒരേ രൂപത്തിൽ വന്നോളണമെന്നില്ല കേട്ടോ. കൂടുതലും വരുന്നതൊക്കെയാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ഈ പറയപ്പെട്ട അക്ഷരം. ഇലൈഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഈ സംഗതി തന്നെയാണത്. ഇലൈഹി എന്ന് പറയുമ്പോഴും ഈ ഇല തന്നെയാണത്. ഇവിടെ ഈ ഇല എന്ന് പറയുമ്പോ ഇലല്ലാഹി എന്നുള്ളടത്തൊരു യാ ആണ് ശരിക്കത്. അത് പിന്നെ നമ്മള് ഇവിടെ ഒരു ഇത് കണ്ടോ, അലിഫ് കണ്ടോ? അള്ളാഹു എന്നുള്ളൊരു അലിഫ്. ആ അലിഫ് സൈലന്റ് ആണ് ഇടയിൽ പറയുമ്പോ. ബിസ്മില്ലാഹി എന്നല്ലല്ലോ നമ്മൾ പറയാം. ബിസ്മില്ലാഹി എന്നല്ലേ പറയാം, ബിസ്മി അള്ളാഹി എന്ന് പറയില്ലല്ലോ. അപ്പൊ ആ അലിഫ് സൈലന്റ് ആണ്. നമ്മൾ ഏതുപോലെ ചില അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ സൈലന്റ് ആണ പോലെ അവർ എന്ന് പറയുമ്പോ എച്ച് ആണല്ലോ, അവിടെ എച്ച് സൈലന്റ് ആണ പോലെ ഇതിൽ കുറച്ച് അക്ഷരങ്ങൾ സൈലന്റ് ആയിട്ട് വരും. ആ അലിഫ് സൈലന്റ് ആണ്. ഇലല്ലാഹി, ഹുവല്ലാഹു, അങ്ങനെ പറഞ്ഞ പോലെ അങ്ങനത്തെ സൈലന്റ് ആയി വരുന്ന ലെറ്റർ ആണ്. അപ്പൊ ഈ സൈലന്റ് ആയി വരുന്ന ലെറ്റർ ശേഷം ലാമല്ലേ വരിക, സുക്കൂനുള്ള ഒരു ലാമല്ലേ. അള്ളാഹു എന്ന് പറയുമ്പോൾ 2 ലാമാണ് ലാ എന്നുള്ള ശബ്ദമായി മാറുന്നത്. മനസ്സിലാവുണ്ടാവും? അള്ളാഹു എന്ന് എഴുതുമ്പോൾ ആദ്യം അലിഫ് എഴുതും, പിന്നെ 2 ലാമാണ്. 2 ലാമാണ്. നമ്മളത് പറയുമ്പോൾ ഒന്ന് തഫ്ഹീമാക്കിയിട്ട് വണ്ണമാക്കിയിട്ട് അള്ളാഹ് എന്ന് പറയാം. ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് എവിടെയാണോ സ്പർശിക്കുന്നത് അവിടെ തന്നെയാണ് അള്ളാഹ് എന്ന് പറയുമ്പോഴും തട്ടുന്നത്. ചിലര് അള്ളാഹ് എന്ന് ഇങ്ങനെ പറയും, അള്ളാഹ് നാവിന്റെ തല പുറത്തേക്ക് കാണിച്ചിട്ട് പറയും. അത് തെറ്റാണ്. അള്ളാഹ് തന്നെ പറയണം. അപ്പൊ ഈ ലാമിനിക്ക് സുക്കൂനാണ് വരിക. ഇല എന്നുള്ളടത്ത് ഇലല്ലാഹി എന്ന് പറയുമ്പോൾ ലാമിനിക്ക് എന്താ വരിക? സുക്കൂനാണ് വരിക. അലിഫ് സൈലന്റാന്ന് പറഞ്ഞല്ലോ. പിന്നെ അപ്പൊ അറബി ഭാഷന്റെ ഒരു പ്രത്യേകതയാണ് 2 സുക്കൂനുള്ളത് അടുപ്പിച്ചു വരില്ല. 2 സുക്കൂനുള്ള ലെറ്റർ അടുപ്പിച്ചു വരില്ല. അറബിയിൽ ഒരു പദത്തിലും വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒന്നിനെ കളയും. എവിടെയെങ്കിലും ഓർമ്മ ഉണ്ടോ? 2 സുക്കൂനുള്ള എവിടെയെങ്കിലും ആലോചിച്ച് നോക്കി, എവിടെ ഉണ്ടാവില്ല.
അങ്ങനെ വരുന്ന സമയത്ത് ഒന്നിനെ കളയും, ഒരു സുക്കൂനുള്ളതിനെ കളയും. അപ്പൊ കളയുമ്പോ എന്ത് ചെയ്യുന്ന വെച്ചാല് സ്ട്രോങ് ലെറ്ററിനെ ഒന്നും കളയില്ല, വീക്ക് ലെറ്ററിനെയാണ് കളയാ. വാവിനെ കളയും, യായിനെ കളയും, അലിഫിനെ കളയും. അപ്പൊ ഇവിടെ കണ്ടോ ഇലാ എന്നുള്ളടത്ത് ശരിക്കും യാ ഉണ്ട് അവിടെ, ആ യായിനോട് കളഞ്ഞു, ഇലല്ലാഹി എന്ന് പറഞ്ഞു. പക്ഷെ അല്ലാതെ നമുക്ക് വിശദമായിട്ട് ശേഷം വരും, ഓരോ പാഠത്തിലും അത് വരും, അതുമായി ബന്ധപ്പെട്ട് പറയും. ആ നീട്ടാൻ വേണ്ടി ഏത് നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതും കളയും പറയാം. ശേഷമുള്ള സുക്കൂനാണെങ്കിൽ ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് ഏതാ പറയാ, ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ഭാഗത്ത് തന്നെ കാണാം. ഇവിടെ നോക്ക്, ഇതാ കറക്റ്റാണ് നമ്മളെ ഉദാഹരണം. ഇതാ ഞാൻ അടി പറഞ്ഞിട്ട് നോക്ക്, അവിടെ എങ്ങനെയാ അവിടെ വാവില്ല ശരിക്കും നമ്മൾ നീട്ടിയോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് നീട്ടാതിരുന്നത്? ആ വാവിനും സുക്കൂനാണ്, അള്ളാഹ എന്നുള്ളതിൽ അലിഫ് സൈലന്റ് ആണ്, പിന്നെ ലാമിന് സുക്കൂനാണ്. രണ്ട് സുക്കൂൻ അടുപ്പിച്ചു വന്നുകൊണ്ട് ലാമിനെ കളയാൻ പറ്റൂല, ലാമ് സ്ട്രോങ് ലെറ്റർ ആണ്. വാവ് വീക്കാണ്, വീക്കിനെ കളഞ്ഞു. ഇത് ഇവിടെയൊക്കെ കാണാം. ഇവിടെ നീട്ടി തഖ്വാ മിൻകും, ഇവിടെ രണ്ട് സുക്കൂനില്ല. ഇത് അടിയിലേ, അതിന്റെ തൊട്ടടിയിൽ കണ്ടോ യനാലു തഖ്വാ മിൻകും, അവിടെ തഖ്വാ എന്ന് നീട്ടി. അതേപോലെ മേലെ നീട്ടിയില്ല, ഇല്ലാലി യഅ്ബുദുല്ലാഹ എന്ന് പറഞ്ഞു, യഅ്ബുദുല്ലാഹ എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവിടെ നീട്ടിയത് വമാ നീട്ടി, ഉമിറൂ നീട്ടി, കാരണം അതിന് ശേഷം ഒന്നും സുക്കൂനില്ല. കാണാം. ഖുർആനാകുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന് ഓത്ത് വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുക. ഹദീസാകുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ വായിക്കണ്ട്. രണ്ട് സുക്കൂൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നിനെ കളയും. ഓക്കെ. അപ്പൊ ഇവിടെ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അത് മൊത്തം ഒരു സെന്റൻസ് ആണ്, മൊത്തം ഒരു ജുംലയാണ്, ജുംലത്തു മുഫീദ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു ജുംലത്തു മുഫീദ് ഉണ്ടാവണമെങ്കിൽ ചുരുങ്ങിയത് രണ്ട് പദങ്ങൾ വേണം, രണ്ട് ഇസ്മുകൾ വേണം, അല്ലെങ്കിൽ ഒരു ഫേലും ഒരു ഫായിലും, ഒരു വെർബും ഒരു ഇസ്മും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് എത്രയും കൂടാം, നമ്മൾ ആശയം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച്, ആശയം വിപുലപ്പെടുത്തുന്നതിനനുസരിച്ച് എത്രയും നമുക്ക് വർദ്ധിപ്പിക്കാം, എത്രയും ആക്കി നമുക്ക് കൂട്ടാം. ഇപ്പൊ ഇവിടെ ഈ ആശയം നമുക്ക് കിട്ടണ്ട്, ഒരാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കുമാണെങ്കിൽ അവന്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഇപ്പോഴേ പൂർണ്ണമായ ആശയമുള്ളൂ. അപ്പൊ നമ്മൾ എത്രങ്ങാനും പദം കൊണ്ടുവന്നു അതിന്. ഇതേപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത്, ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല പല പദങ്ങളും നമ്മുടെ മനസ്സിലുള്ള ആശയം പ്രകടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ടാണ് ചില ആയത്തുകൾ ഖുർആനിൽ ഒരു പേജ് കാണാം, ഒരു പേജ് ഫുൾ ആയത്തുദ്ദീന് ഒറ്റ പേജ്. ചിലപ്പോൾ മൂന്നായത്ത് ഒരു പേജ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു പേജിൽ തന്നെ 10-30 ആയത്ത് വരെ ഉണ്ടാവും. 10-30 ആയത്ത് വരെ ഒരു പേജിലുണ്ടാവും. ഇപ്പോൾ ഇതാ വക്കായത്തേക്ക് എടുത്തു നോക്കിയാൽ, ഇതാ വക്കായത്ത് സൂറത്ത് എടുത്തു നോക്കി ഒറ്റ പേജിൽ തന്നെ. അപ്പൊ അതാണ് സംഗതി, അതാണ് അതിന്റെ ഓരോ ഇതനുസരിച്ച് വ്യത്യാസം വരും. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സിമ്പിളായിട്ട് പറയാലോ, എനിക്ക് ചായ വേണം, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്ന കാരണം ചായ വേണം, എനിക്ക് വിശപ്പ് മാറ്റാൻ ഫ്രഷ് ആയിട്ടുള്ള ചായ വേണം. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മുടെ ആശയങ്ങൾ വിപുലപ്പെടുത്താൻ വേണ്ടി വർദ്ധിപ്പിക്കുമല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ അടുത്തതും അങ്ങനെ തന്നെ. വമൻ കാനത്ത് ഹിജ്റത്തുഹു ലി ദുനിയ, കണ്ടോ ലി കണ്ടോ, ജെറീൻ അക്ഷരാണ്, ലി ദുനിയ എന്നാ പറഞ്ഞത്. അതായത് അവിടെ അവസാനം അലിഫ് ആയതുകൊണ്ട് അതിന്റെ കെസർ കാണൂല. അലിഫ് ആകുമ്പോൾ എന്താവൂല, കെസർ എന്ത് ചെയ്യില്ല, നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അലിഫുമ്മേ ഒരർക്കത്തും വരില്ല, അലിഫുമേ ഒരർക്കത്തും എന്താവൂല, വരില്ല. യുസീബു, ഇത് യുസീബു എന്നുള്ളത് ഫീലാണ് കേട്ടോ. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, ഏത് മാലിയായ ഫീലുണ്ട്, മുദാരിയായ ഫീലുണ്ട്. എന്നതിന് യക്തഉ ഒരു ഇത് പഠിച്ച, അതെ, ഇതിനർത്ഥം യുസീബു അവൻ എത്തിക്കുന്നു,
അവൻ നേടിയെടുക്കുന്നു എന്ന് അർത്ഥം വരിക. ഹ എന്നുള്ളത് ലമീർ പ്രൊനൗണ് ഇസ്മ. ഔ എന്നുള്ളത് ഓർ എന്നുള്ള ഹർഫ് കേട്ടോ, ഓർ. യൻകിഹു അത് വിവാഹം കഴിക്കും. അപ്പൊ യൻകിഹു എന്നുള്ളതും ഫീലാണ്. യൻകിഹു വിവാഹം കഴിക്കും എന്നാണ്, അത് ഫീലാണ്. നിക്കാഹാണ് ഇസ്മ. ഇത് വിവാഹം എന്ന് പറഞ്ഞ ഇസ്മാണല്ലോ, വിവാഹം ഇസ്മാണ്. വിവാഹം കഴിച്ചു അത് ഫീലാണ്. വിവാഹം കഴിക്കും, വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതൊക്കെ ഇസ്മാണ്, ഫീലാണ്. ഫഹിജ്റത്തുഹു ഇലാമ ഹാജറ, ഈ ഹാജറ എന്നുള്ളതും വെർബാണ്. ഹിജ്റ പോയി. അപ്പൊ എന്താ ഇതിന്റെ മൊത്തത്തിലർത്ഥം? ഒരാളുടെ ഹിജ്റ ദുനിയാവ് നേടിയെടുക്കാനോ ഒരു വനിതയെ, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനോ വേണ്ടിയാണെങ്കിൽ അവൻ ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവന്റെ ഹിജ്റ. അപ്പൊ ഈ ഒരു നബിതങ്ങളുടെ ഹദീസിൽ 4 ജുംലത്തുൻ മുഫീദയാണുള്ളത് അല്ലെ. ഒന്ന് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, രണ്ടാമത്തത് ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, മൂന്നാമത്തത് ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, നാലാമത്തത് വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കാം, അടുത്ത് നമുക്ക് നോക്കാം. വഅൻ ഉമ്മി, കണ്ടോ ജെറീദ്, കണ്ടോ കസ്റുകൊണ്ട് ജെറീദ് കണ്ടോ. വഅൻ ഉമ്മി എന്ന് പറഞ്ഞു. നമ്മൾ ഉമ്മ, ഉമ്മു, ഉമ്മി എന്നൊക്കെ പറയും, പക്ഷെ ഇവിടെ ജെറി എന്ന വന്നു. വഅൻ ഉമ്മിൽ മുഅ്മിനീൻ, ഉമ്മിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മ. അതാരാണ്? ഉമ്മി അബ്ദില്ല, ഉമ്മു അബ്ദില്ലയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്നു. അപ്പോ ആയിഷ ബീവിക്ക് നബി തങ്ങളില് കുട്ടികളില്ല ശരിക്ക്. ആയിഷ ബീവിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, അസ്മാ ബീവി. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഈ കുട്ടിനെ എപ്പോഴും നോക്കലാരാണ്? ഇളയമയാണ്, ആയിഷ ബീവിയുടെ അടുത്തുണ്ടാവുക. അപ്പൊ അങ്ങനെ പേര് വന്നാണ് ഉമ്മു അബ്ദില്ല, അബ്ദുല്ലാന്റെ ഉമ്മ, അബ്ദുല്ലാന്റെ ഉമ്മ. ശരിക്കും ആയിഷ ബീവിയില് നബിതങ്ങൾക്ക് മക്കളില്ല. നബിതങ്ങൾക്ക് മക്കളുള്ള ഭാര്യ ഒന്ന് ഖദീജ ബീവിയും പിന്നെ മാരിയത്തുൽ കിബ്തിയ എന്ന് പറഞ്ഞ ഉമ്മയുമാണ്. ഖദീജ ബീവിയിൽ 6 കുട്ടികൾ, മാരിയത്തുൽ കിബ്തിയയിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞ 7ാമത്തെ കുട്ടി. ഇങ്ങനെയുള്ളത് 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളാണ് റസൂലുള്ളാഹിക്ക്. അപ്പൊ ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇവിടെ കണ്ടോ, പെണ്ണായപ്പോ കാലത്ത് എന്ന് പറഞ്ഞു. മേലെ നിങ്ങൾ നോക്ക്, കാല എന്നാ പറഞ്ഞു. അതാരായിരുന്നു? അത് ഉമർ റളിയല്ലാഹു ആയിരുന്നു. ഉമർ റളിയല്ലാഹു ആയപ്പോ കാല പറഞ്ഞു, ഇവിടെ ആയിഷ ബീവി ആയപ്പോ കാലത്ത് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പെണ്ണാണ് സമയത്ത് ഒരു വ്യത്യാസം വന്നു. അപ്പൊ നസറ നസറത്ത്, കത്തബ കത്തബത്ത്, ജലസ ജലസത്ത്, സമിഅ സമിഅത്ത് ആണോ. അപ്പൊ 2 ഫോമുകൾ പഠിച്ചു. 14 ഫോമത്തെ 2 ഫോം നമ്മൾ പഠിച്ചു. ഇനി 12 ഫോമേ വരാനുള്ളൂ ഏയില് ആ പാഠമാകുമ്പോ. ക്ലിയർ അല്ലേ? ഓക്കെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖാല ആണ് റസൂലുള്ള, ആണായതുകൊണ്ട് റസൂലു. ഖാല റസൂലു, റസൂലു ഫായിലാണ്. അത് റഫു എടുത്തു, നമ്മ എടുത്താണ്ട. റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കണേ, റസൂലുള്ള പറയാണ്, യഗുസു ജയ്ഷുൻ അൽ കഅബത. ഫീലാണ് യഗുസു. ജയ്ഷു എന്നുള്ളത് അതിന്റെ ഫായിലാണ്. അൽ കഅബത മഫൂലാണ്, നസ്ബ്. നല്ല പഠിച്ചു അല്ലേ? ഖതഅ അലിയുൻ വർദതൻ, നല്ല പഠിച്ചില്ല നമ്മള്. ഖതഅ, യെസ്, നസ്ബായിരിക്കും. അതെ, സബ്ജക്റ്റിന് റഫ് വരും, മറ്റേതിന് നസ്ബ് വരും. അപ്പൊ യഗ്സു, യുദ്ധം ചെയ്യുന്നു, പോരാടുന്നു. ജയ്ഷുൻ, ഒരു സൈന്യം. അൽ കഅബത, കഅബയോട് പോരാടുന്നു. കഅബയോട് പോരാടാൻ വേണ്ടി ഒരു സൈന്യം വരുന്നു. റസൂൽ അങ്ങനെ ചിത്രീകരിച്ചു കൊടുക്കുകയാണ്. യഗ്സു, യുദ്ധം ചെയ്യുന്നു. ജയ്ഷുൻ, ഒരു സൈന്യം.
ഒരു സൈന്യം യുദ്ധം ചെയ്യുന്നു, അൽ കഅബത്ത, കഅബയോട് യുദ്ധം ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ഒരു രൂപട്ട് കൊടുക്കണം റസൂലുള്ള, വിഷയം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആശയം പറഞ്ഞുതരാം. ആദ്യം കഅബയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം വരികയാണ്. അങ്ങനെ ബൈദാ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവരിൽപ്പെട്ട മുഴുവൻ ആളുകളും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു. ശരിക്ക് കഅബനോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് യുദ്ധം ചെയ്യാൻ വരികയല്ലേ. അള്ളാഹു ആദരിച്ച വസ്തുക്കളോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് എതിർക്കുന്നതിന് തുല്യാണ്. അപ്പൊ ആയിഷ ബീബി ചോദിച്ചു, നബി എങ്ങനെ എല്ലാരും പാടെ എന്തിനാ ചെയ്യണ്? എല്ലാരും പാടെ ഭൂമിയിലേക്ക് എന്തിനാ വിഴുങ്ങണ്? അവരില് കുട്ടികളുണ്ടാവൂലേ? അവരില് ഇവരെ കൂടെ കച്ചവടത്തിന് വന്ന ആളുകൾ ഉണ്ടാവൂലേ? ആ പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവൂലേ? തൊഴിലാളികൾ ഉണ്ടാവൂലേ? ഓലൊന്നും ഇപ്പൊ എന്തിനു വേണ്ടി വന്നതല്ലോ, കഅബ പൊളിക്കാനോ കഅബ തകർക്കാനോ വന്നതല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എല്ലാരെയും എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടും. മഹ്ശറിലെ അവരുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് അവർക്ക് പുനർജന്മം നൽകി അവർക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. നിയ്യത്ത് എന്താണോ അതനുസരിച്ച് കിട്ടും എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന സമയത്ത് ചിലപ്പോ അതിൽ ഭാഗമാകാത്ത ആളും പെടും. അവരുടെ നിയ്യത്ത്, അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണോ അതനുസരിച്ച് അവർക്ക് പ്രതിഫലം ലഭിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ അർത്ഥം. ആശയതാണ്. ഇനി നമുക്ക് നോക്കാം. യഗ്സു ജയ്ഷുൻ അൽ കഅബത്ത, കഅബയോട് ഒരു സൈന്യം പോരാടിക്കൊണ്ടിരിക്കുന്നു. കാരണം യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നു എന്നർത്ഥം. നമ്മളെ ഒരു കഥയൊക്കെ പറയുമ്പോൾ, ഒരു സംഭവമൊക്കെ പറയുമ്പോൾ ഒരു പ്രസന്റ് ടെൻസിലാണല്ലോ പറയാം, അവതരിപ്പിക്കുമ്പോൾ. കഴിഞ്ഞു പോയ കാര്യമാണിത്, ഇത് മുമ്പേ ഉള്ള കാര്യം, നടന്നു പോയതാണ്. നമ്മൾ പറയുമ്പോൾ പ്രസന്റിലേ പറയുള്ളൂ. നമ്മൾ പറയില്ലേ, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞു, അതാ അങ്ങോട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു, ചോദിക്കുന്നു, പറയുന്നു, അവർ രണ്ടുപേരും എഴുന്നേറ്റ് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പ്രസന്റ് ടെൻസിലാണ് പറയാം. ആ പ്രസന്റ് ആണ് കേട്ടോ. ഫൈദാ കാനു ബി ബൈദാ, ബൈദാ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, ഫൈദാ കാനു അവരായപ്പോൾ, ബി ബൈദാ, ബൈദാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ, മിനൽ അർളി ഭൂമിയിൽ നിന്നും ബൈദാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ, അവരായപ്പോൾ കാന എന്ന് പറഞ്ഞാൽ ആവുക എന്നർത്ഥം. അവർ ബൈദാ എന്ന സ്ഥലത്ത് ആയപ്പോൾ, മിനൽ അർളി സ്ഥലത്ത്, ഒരു അർള് എന്ന് പറഞ്ഞാൽ അവിടെ പ്ലേസ് എന്നാണ് അർത്ഥം. ഭൂമിയിലെ ബൈദാ അതൊരു കഅബയോട് അടുത്തൊരു സ്ഥലമാണ്. അവിടെ എത്തി. ഒരു വരുന്ന എന്താ, അവരുടെ ഉദ്ദേശം എന്താണ്? ഒരു കഅബ തകർത്തിട്ടൊന്നുമില്ല, പൊളിച്ചിട്ടൊന്നുമില്ല. കഅബനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മനസ്സ് തീരുമാനിച്ച് അവർ വരികയാണ്. കഅബനെ തൊടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ കഅബയോട് അടുത്ത സ്ഥലത്ത് അവരെത്തിയപ്പോൾ യുഹ്സഫു ആഴ്ത്തപ്പെട്ടു, ഭൂമിയിലേക്ക് വിഴുങ്ങപ്പെട്ടു. ബി അവ്വലിഹിം വ ആഖിരിഹിം, മുഴുവൻ ആളുകളും. എ ടു സെഡ് എന്ന് പറയില്ല നമ്മൾ, 1 മുതൽ 100 വരെ, അല്ലെങ്കിൽ അവര് 1 മുതൽ അവസാനം വരെ ഒരൊറ്റ കുട്ടിയില്ലാതെ എല്ലാവരെയും ഭൂമി വിഴുങ്ങപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ
യഹ്സു ജയ്ഷുനിൽ കഅബത്ത, അത് ജുംലത്തു മുഫീദയാണ്. അതിലൊരു വെർബ് ഉണ്ട്, പിന്നെ ഒരു ഇസ്മ്, പിന്നെ ഒരു ഇസ്മ്, അല്ലേ? ഇനി ഫഇദാ കാനു ബി ബൈദാ, നമ്മൾ പറഞ്ഞല്ലോ ബി എന്നത് ജെറ് ചെയ്യും, പക്ഷെ ഇവിടെ ഫത്ഹ കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു സ്ഥലപ്പേരായതുകൊണ്ട്. ഇന്നലെ നമ്മൾ മിസ്റ എന്ന് പറഞ്ഞില്ലേ, ഓർക്കുന്നില്ലേ? മിസ്റിൽ എന്തായിട്ടുണ്ട്? അപ്പൊ അവിടെ അവിടെ അതുകൊണ്ടാണ് ഇവിടെ നെസ്ബ് കൊടുത്ത് പത്ത് കൊടുത്തത്. ബി ബൈദ മിനൽ അർലി, മിൻ കണ്ടോ, മിൻ വന്നപ്പോ കണ്ടോ അർലി ഏത്? അപ്പൊ ഒരക്ഷരം കൂടിയായി, മിൻ എന്നൊരക്ഷരം കൂടിയായി എന്ന് ജെറ് ചെയ്യുന്ന. മിനൽ അർലി യുഖ്സഫു ബി അവലി, കണ്ടോ ബി വന്നപ്പോ ബി അവലിഹിം വ ആഖിരിഹിം. ഇത് മൊത്തം ഒരു ജുംലത്തു മുഫീദ കേട്ടോ. നബി തങ്ങൾ പറയണം ഫഇദാ കാനു ബി ബൈദാഅ മിനൽ അർളി യുഖ്സഫു ബി അവലിഹിം വ ആഖിരിഹിം. അത് മൊത്താണ്. അർത്ഥം എന്താ? ബൈദാ എന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ അവരിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ആളുകളും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു. ക്ലിയർ അല്ലേ? അപ്പൊ ഫഇദ, ഫ എന്ന് പറഞ്ഞ ഹർഫാണ്. ഇദ എന്ന് പറഞ്ഞാല് അതൊരു ഷർത്താണ്. ഷർത്ത് എന്ന് പറഞ്ഞാല് ഇസ്മ തന്നെ വരും കേട്ടോ. നമ്മൾ ഉദാഹരണം പറഞ്ഞാല് when they reached ബൈദ, അവർ ബൈദയിലെത്തിയപ്പോൾ, അപ്പൊ അവിടെ ഒരു വെന്ന് പറഞ്ഞില്ലേ നമ്മള്, ആ വെന്ന് ഇവിടെ ഇതാന്നുള്ളത്. അപ്പൊ അതിന്റെ എന്താണ് അത്? ഇതാന്നുള്ളത് ഒരു ഇസ്മാണ്. ഇദാ കാനു ബി ബൈദാഅ മിനൽ അർളി, മിൻ എന്ന ഹർഫ്, അൽ അർളി ഇസ്മ, യുഖ്സഫു ഫീല് വെർബ്, യെസ്. ബി അവലിഹിം, ബി ഹർഫ് അവലി ഇസ്മ, ഹിം എന്നുള്ളത് ഇസ്മ, വ ഹർഫ് ആഖിരി ഇസ്മ, ഹിം എന്നുള്ളത് ഇസ്മ. കേട്ടോ? ഖാലത്ത്, ആയിഷ ബീവി ചോദിച്ചു. ആയിഷ ബീവി പറയാണ് കുൽത്തു, ഞാൻ പറഞ്ഞു. ആയിഷ ബീവി പറയാണ് കുൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ. കണ്ടോ, വിളിക്കുകയാണ്, യാ റസൂലല്ലാഹി. അപ്പൊ യാ എന്ന് പറഞ്ഞാൽ വിളിക്കാനുള്ള പദമാണ്. നമ്മളൊരാൾ വിളിക്കുകയാണെങ്കിൽ യാ അബ്ദുല്ലാഹി അങ്ങനെ പറയാം. ഒറ്റ പേരുള്ളൂ, അല്ലല്ല, യാ ഹർഫ്. അതായത് എന്നാണ് അർത്ഥം. അതിനൊരു സ്വന്തമായിട്ട് അർത്ഥമല്ല. ആ റസൂലല്ലാഹി എന്നുള്ളത് കൂടി ചേരുമ്പോഴാണ് അർത്ഥം. ഇപ്പൊ ഇവിടെ റസൂൽ അല്ലാഹ് എന്നുള്ള രണ്ട് പേരുണ്ട്, രണ്ട് പാർട്ട് ഉണ്ട് അതിന്, റസൂൽ എന്നുള്ളതും അല്ലാഹ് എന്നുള്ളതും. ഇതേപോലത്തെ വിളിക്കുമ്പോൾ യാ അബ്ദുല്ലാഹി, യാ റസൂൽ അല്ലാഹി, യാ അബ്ദുൽ ഹക്കീമി അങ്ങനെ പറയാം. ഒറ്റ പേര്. ഇപ്പൊ ഹാഷിമിനെ വിളിക്കുകയാണെങ്കിൽ യാ ഹാഷിമു എന്നാ പറയാം. എന്താ പറയാ? ഏത് ഖുർആനിൽ കണ്ടില്ലേ, യാ ആദമു, യാ ആദമു അങ്ങനെ വിളിക്കാം കേട്ടോ. ഒറ്റ പേരാണെങ്കിൽ. ഇവിടെ രണ്ട് പേര് പറഞ്ഞാൽ രണ്ട് പേര് കൂടിയതാണ് ഒരാളെ പേര്. റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒറ്റ പേര് തന്നെയാണ് ശരിക്കും. അതിൽ രണ്ട് പാർട്ടുകളുണ്ട്. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഒറ്റ പേര് തന്നെയാണ്, രണ്ടാളും ചെല്ലോ അവിടെ. ഒരാൾക്ക് നമ്മൾ അബ്ദുൽ ഹക്കീം, അബ്ദുൽ ബസീർ, അബ്ദുൽ സമീർ എന്നൊക്കെ പേരിട്ടാലും അവിടെ ഒറ്റ ആളെന്നെ ഉള്ളൂ. പക്ഷെ അത് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിക്കണം, യാ റസൂലല്ലാഹി. അപ്പൊ നമ്മള് ഇപ്പോ ഹദ്ദാദ് ചെല്ലുമ്പോ കണ്ടില്ലേ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു. ഇനി നമ്മള് വേറെ ചില അള്ളാഹുവിന്റെ പേര് വിളിക്കുമ്പോ യാ സബൂറു, യാ ഷക്കൂറു, യാ ഹക്കമു, യാ അദുലു, യാ ലത്തീഫു, യാ ഖബീറു, അല്ലേ? അങ്ങനെയുള്ള നമ്മൾ പറയാം. യാ അലിയു, യാ കബീറു, യാ അലീമു, യാ ഖദീറു, യാ സമീഉ, യാ ബസീർ. അത് വിളിക്കുമ്പോൾ ഒറ്റ പേരാണെങ്കിൽ, സിംഗിൾ നാമമാണെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുക? ലമ്മത്ത ചെയ്യുക ലാസ്റ്റ്. ഇത് ഒരു എന്താ പറയാ, രണ്ട് പാർട്ടുള്ള പേരായതുകൊണ്ട് യാ റസൂലല്ലാഹി. ഓക്കെ, യാ റസൂലല്ലാഹി. കൈഫ യുഖ്സഫു, എങ്ങനെയാണ് ഭൂമി വിഴുങ്ങപ്പെടുക? ബി അവലിഹിം വ ആഖിരിഹിം, അവരുടെ ആദ്യത്തവരും അവസാനത്തവരും. എ ടു സെഡ് കംപ്ലീറ്റ് ആയിട്ട് ഭൂമി എങ്ങനെ വിഴുങ്ങ നബിയെ? അതിനൊരു നീതികേടില്ലേ? വഫീഹിം, അവരിലുണ്ട്. അസ്വാഖുഹും, ചന്തയിൽ വന്നവരില്ലേ? അസ്വാഖുഹും എന്ന് പറഞ്ഞാൽ അവരിലെ സാധാരണക്കാരായ ആളുകൾ, ചന്തക്കാര്, ചന്തയിൽ വന്നവരില്ലേ?
ഓൽക്കറിയില്ലല്ലോ, അവർക്കറിയില്ലല്ലോ ഞങ്ങളിപ്പോ എന്തിനാ പോണ് എന്ന് അവർക്കറിയില്ല. ഞങ്ങളിപ്പോ എന്തിനാ ഇവരെ കൂടെ പോണ്, ഇവരെ കൂടെ തന്നെ വന്ന ആളുകൾ ഉണ്ടാവും. ഈ കച്ചവടക്കാരും കച്ചവടക്കാരും പിന്നെ ഈ സാധാരണ ജനങ്ങള്, ഈ മൃഗത്തെ തെളിച്ചു കൊണ്ടുപോകുന്ന ആളുകള്. ഉദാഹരണം പറഞ്ഞാലേ, യെസ് 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 സൂക്ക് എന്ന് ഒന്നാണ് അസ്വാക്ക്, ആ മാർക്കറ്റ്. അപ്പൊ അതിനു വേണ്ടി പല ആവശ്യങ്ങൾക്കും വരുന്ന ആളുകൾ വരൂലേ, അവരെ കൂട്ടത്തിലില്ലേ? അതായത് ക്ലാസ് ഉണ്ട്, സ്കൂൾ ഒരു മിനിറ്റ്, സ്കൂളുണ്ട്. ഓക്കെ. വഫീഹിം അസ്വാഖുഹും, അവരിൽ സാധാരണക്കാർ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഈ തേര് തെളിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ പല സംഭവങ്ങളും കാണാമല്ലോ. ഇപ്പോൾ അർജുനന്റെ തേരാളിയായിരുന്നു ആര്? ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയല്ലോ. അപ്പോ ഈ യുദ്ധം ചെയ്യുമ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടി വരികയാണല്ലോ. അപ്പൊ അതേപോലെ നേരിട്ട് പങ്കെടുക്കുന്നില്ല, പക്ഷെ ഇവർക്ക് അറിയില്ല കാഴ്ച പൊളിക്കാനാണ് പോണത്. ഇവരോടൊന്ന് സമ്മതം ചോദിച്ചിട്ടാവൂല ഓല് കൊണ്ടുപോണത്. ആരോട്? ഈ സാധാരണക്കാരായ ആടിനെ മേക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുതിരനെ നോക്കാനുള്ള ആളുകൾ, കഴുതനെ നോക്കാനുള്ള ആളുകളൊന്നും ഇവരോട് ചോദിച്ചിട്ടൊന്നും ആവൂല മുതലാളിമാർ ഇവരെ കൊണ്ടുപോണത്. ഇവർക്ക് അപ്പൊ ഐഷബീബി ചോദിക്കാണ്, നബിയെ, യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ച് നിയ്യത്ത് വെച്ച് പോണ ആളുകളെ നശിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ സാധുക്കൾ എന്തിനാണ് ഭൂമി വിഴുങ്ങണത്? ശിക്ഷ പൊരിക്കും വരില്ലേ എന്നാ ചോദിക്കണം. വമൻ, ഒരുത്തരുമുണ്ട് അവരിൽ ലൈസമിനും, ഇവരിൽ പെടാത്ത ആളുകളുണ്ടല്ലോ. ഈ ടീമിൽ പെടാത്ത പല ആളുകളും ഭൂമി വിഴുങ്ങുന്ന സമയത്ത് ഇവരെ മാത്രം വിഴുങ്ങല്ലോ, അവരല്ലാത്ത കുറെ ആളുകളുണ്ടല്ലോ, ഈ ബിസിനസ്സിൽ ഏർപ്പെടാത്ത കുറെ ആളുകളുണ്ടല്ലോ എന്ന് ചോദിച്ചു. വമൻ, ഒരുത്തർ, ലൈസ, അവരല്ല, മിൻഹും, ഇവരിൽപ്പെട്ടവരല്ല. അപ്പൊ ഇവരിൽ പെടാത്തവരും ഇവരുടെ കൂട്ടത്തിൽ ഇല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ കാല നബിതങ്ങൾ പറഞ്ഞു, യുഹ്സഫു ബി അവ്വലിഹിം ആഖിരിഹിം, അവരിൽ A to Z വിഴുങ്ങപ്പെടും, എല്ലാരും ഭൂമി വിഴുങ്ങും. സുമ്മ, പിന്നെ, യുബഅസൂന, പുനർജീവിപ്പിക്കപ്പെടും, അലാ നിയ്യാത്തിഹിം, അവരുടെ നിയ്യത്തുകളുടെ മേൽ, അവരുടെ നിയ്യത്ത് അനുസരിച്ച് അവർക്ക് പുനർജീവിതം നൽകി അവർക്ക് അതിന്റെ പ്രതിഫലം നൽകപ്പെടും. യുബഅസൂന, അവർ പുനർജീവിപ്പിക്കപ്പെടും, അലാ നിയ്യാത്തിഹിം, അവരുടെ നിയ്യത്തുകളുടെ മേൽ. അപ്പോൾ നാളെ ഖിയാമത്ത് നാളാകുന്ന സമയത്ത് അവർക്ക് പുനർജന്മം കൊടുക്കും. പുനർജന്മം കൊടുത്തിട്ട് അവരെന്തുദ്ദേശിച്ചാണോ ആ സമയത്തുണ്ടായിരുന്നത് അതനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. അലി അതിൽപ്പെട്ടതാണ്. നിയ്യാത്തി ജെറിയുന്നാണ്, നിയ്യാത്തി ഹിം. അപ്പോ അല നിയ്യാത്തിഹിം, അവരുടെ നിയ്യത്തുകളുടെ മേൽ അവർക്ക് പുനർജീവിതം നൽകപ്പെടുകയും ചെയ്യും. അപ്പൊ അലൈഹിം എന്ന് കണ്ടില്ലേ, അലൈഹിം, അവിടെ ഹി കസ്ര. ഇവിടെ നോക്ക്, വഫീഹിം, ഇതിൽ തന്നെ നമ്മളെ ഉദാഹരണത്തിന് വഫീഹിം, മുമ്പ് യാ ആയതുകൊണ്ട് ഹിം എന്ന് പറഞ്ഞു. അസ്വാഖുഹും ആണോ, അവിടെ ലമ്മ ആയതുകൊണ്ട് ഹും എന്ന് പറഞ്ഞു. പിന്നെ മിൻഹും, അവിടെ സുക്കൂൻ ആയതുകൊണ്ടും ഹും എന്ന് പറഞ്ഞു. ശരിക്കും ഹും തന്നെ പറയേണ്ടത്, എല്ലായിടത്തും ഹും തന്നെ പറയേണ്ടത്. മുമ്പ് കസ്റോ യാഓ ആണെങ്കിൽ ഹി നായി മാറും. നോക്ക, അവലിഹിം, അവലിഹിം, ആഖിരിഹിം, നിയ്യാത്തിഹിം, അത് മുമ്പ് കസ്റാണ്. ഓക്കെ, മനസ്സിലായ? ഇബുദ്ദും അങ്ങനെ തന്നെ കേട്ടോ. ഹു എന്നാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഹിജ്റത്തുഹു, അവിടെ ലമ്മായതുകൊണ്ടാണ് ഹു എന്നായത്. ഇനി എന്താണെങ്കിലോ കസ്റാണെങ്കിലോ അവിടെ ഹീന്ന വരിക. ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവും കാണിക്കും.
ഇലൈഹി കണ്ടോ, ഇലൈഹി കണ്ടോ ഇവിടെ ഞാൻ വരട്ടത് ഇലൈഹി. യാ ആണ് മുമ്പ്, മുമ്പ് യാ ആണ്. യാവും കസ്റുമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഹി എന്ന് വായിക്കണം. പക്ഷെ അങ്ങനെ രണ്ടും ഒന്ന്, ഹി എന്ന് പറഞ്ഞാലും ഹു എന്ന് പറഞ്ഞാലും ഒന്നെ അർത്ഥം. പക്ഷെ അവിടെ ഒരേ മീനിങ് ആണ്. പക്ഷെ വായിക്കേണ്ടത് മുമ്പ് കസ്റോ മുമ്പിൽ യാओ ആണെങ്കിൽ ഹി എന്ന് വായിക്കണം. ബാക്കി എല്ലാം ആണെങ്കിൽ മുമ്പ് ഫത്ഹോ, മുമ്പിൽ ലമ്മോ, വാവോ, ഇനി അലിഫോ, സുക്കൂനോ, യാ യാ അല്ലാത്ത എന്ത് സുക്കൂനോ ആണെങ്കിൽ അവിടെ എന്ത് വായിക്കണം? ഹു എന്ന് വായിക്കണം. ക്ലിയർ അല്ലേ? ഫഹിജറത്തുഹു ഇതിന് അല്ല അത് അതിങ്ങനെ അത് ലമ്മിന് ശേഷം വരുമ്പോ അല്ലെങ്കിൽ ഫത്തിന് ശേഷം വരുമ്പോഴൊക്കെ ഹു എന്ന് പറയലാണ് അതിനോട് ചേർത്തിട്ട് പറയേണ്ടത്. നിയമം എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുവായിട്ടൊരു നിയമമായിട്ട് പഠിക്കൂല, നമ്മൾ വായനയിലാണ് ശരിയാവുന്നതാണ്. ഈ കെസറ് വരുന്ന സമയത്ത് കെസറിനോട് യോജിച്ചത് ലമ്മ് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കെസറിന് ശേഷം പെട്ടെന്ന് ലമ്മ് പറയൽ ബുദ്ധിമുട്ടാണ്. കാരണം രണ്ടും സ്ട്രോങ് വവലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഹിജറത്തുഹു കുഴപ്പമില്ലല്ലോ, ഹിജറത്തുഹു. ഹിജറത്തുഹി എന്ന് പറയുമ്പോൾ തു ഹി എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു നമ്മുടെ വവൽ ഗ്ലൈഡിങ് ഒരു വ്യത്യാസം വരും അവിടെ. ചില ഭാഗത്ത് ഇപ്പോ ഊ എന്നുള്ളതിന് ശേഷം ഈ എന്ന് വരില്ല, ഊ എന്നുള്ളതിന് ശേഷം ആന്ന് വരും. ഊ ആ എന്ന് പറഞ്ഞാൽ അത് വരും. അത് നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പറയാം. ഊ ഈ എന്ന് പറയുന്നത് പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലിയർ ആയി. നോക്കട്ടെ. യഗ്സു ജയ്ഷുൻ അൽ കഅബത ഫഇദാ കാനൂ ബിബൈദാഅ മിനൽ അർളി യുഖ്സഫു ബി അവ്വലിഹിം വആഖിരിഹിം. രണ്ട് സെന്റൻസ് ഉണ്ടായില്ല, രണ്ട് ജുംലത്തു മുഫീദ. അപ്പോൾ കാലത്ത് ആയിഷ ബീവി പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ യുഖ്സഫു ബി അവ്വലിഹിം വആഖിരിഹിം വഫീഹിം അസ്വാഖുഹും വമൻ ലൈസ മിൻഹും. അപ്പോൾ കാല നബി തങ്ങൾ പറഞ്ഞു, യുഖ്സഫു ബി അവ്വലിഹിം വആഖിരിഹിം തുമ്മ യുബഅൂന അലാ നിയ്യാതിഹിം മുത്തഫഖുൻ അലൈഹി. അതായത് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും സംയുക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ബുഖാരിയിലും മുസ്ലിമിലും സംയുക്തമായിട്ട്. പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും, പക്ഷെ ഒരേ ലഫ്ളായിക്കൊള്ളുന്നില്ല. ആശയം ഒന്നായിരിക്കും, ഒരേ ലഫ്ള് ഇതേ പദപ്രയോഗത്തിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വഹാദ, ഇത് ഈ ഹദീസ് ലഫ്ളുൽ ബുഖാരി, ഈ ബുഖാരി ഇമാമിന്റെ ലഫ്ളാണ്. ലഫ്ള് ബുഖാരി ഇമാമിന്റെ ഇതേ രൂപത്തിൽ നമ്മൾ ബുഖാരി നോക്കിയാലേ കാണുള്ളൂ. പക്ഷെ ഇതേ മീനിങ്ങിന് നമുക്ക് ഹദീസ് എവിടെയും കാണാം, മുസ്ലിമിലും കാണാം. ലഫ്ള് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതെ, കൊണ്ടുവന്ന ലഫ്ള് വ്യത്യാസം ഉണ്ടാവും. കൊണ്ടുവന്ന പദങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇതേ ചേലിക്ക് ഇതേ രൂപത്തിനൊരു ചേഞ്ചും ഇല്ലാതെ നമ്മൾ കാണണമെങ്കിൽ അത് ബുഖാരിയിലേക്കാണ്. ക്ലിയർ അല്ലേ? ഇനി വഅൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ഇവിടെ ആയിഷത്ത താന്ന വായിച്ചത്. ഈ മുഅന്നസായ നാമങ്ങളും എന്തായിരിക്കും? ഫത്തഹത്ത് കൊണ്ടായിരിക്കും ചെറു വരെ മുഅന്നസ്. അധികം മുഅന്നസുകളും കേട്ടോ, അധികം മുഅന്നസുകളും അങ്ങനെ വരും. പിന്നെ ചിലപ്പോൾ ഈ മൂന്നക്ഷരമുള്ള മുഅന്നസ് ഉണ്ടാവും. മൂന്നക്ഷരമുള്ള മുഅന്നസ് അത് കസ്ർ കൊണ്ടും വായിക്കാം, അന്നുള്ളതിന് ശേഷം കസ്റായിട്ടും വായിക്കാം. ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഒരു മുഅന്നസ് തന്നെയാണല്ലോ, പക്ഷെ അത് ഹിന്ദിൻ തന്നെ വായിക്കാം. പെണ്ണുങ്ങൾക്കുള്ള പേരാണ് ഹിന്ദ് എന്നുള്ളത്. ഇവിടെ ആയിഷ ഹിന്ദ് എന്ന് പറഞ്ഞ പേരുണ്ട് പെണ്ണുങ്ങൾക്കിട. വഅൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയട്ടോ, ലാ ഹിജ്റത, ഹിജ്റ ഇല്ല, ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം, മക്ക വിജയത്തിന് ശേഷം ഹിജ്റ ഇല്ല. മക്ക വിജയിച്ചു അല്ലേ? നബി തങ്ങൾ മക്കയിൽ നിന്ന് ശത്രുക്കള് പീഡിപ്പിച്ച്
പ്രയാസപ്പെടുത്തി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. മക്കയിൽ ജീവിക്കാൻ പ്രയാസമായിരുന്നു. പിന്നെ ഹിജറ വർഷം 8 മക്ക വിജയം ഉണ്ടായി. പിന്നെ എല്ലാവരും മക്കയിലേക്ക് വന്നു. മക്കയിൽ ഇസ്ലാമിക രാജ്യമായി മാറി. ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കുന്ന സാഹചര്യമായി. ഇനി മക്കയിൽ നിന്ന് എന്ത് വേണ്ട? ഹിജറല്ല. ലാ ഹിജറത്ത, ഹിജറയേ ഇല്ല. ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം. അവിടെ അൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ മക്ക വിജയം കേട്ടോ. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അർത്ഥം. ഇവിടെ അൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ മക്ക. ലാക്കിൻ പക്ഷേ ഉണ്ട്, എന്തുണ്ട്? ജിഹാദുൻ, ധർമ്മസമരമുണ്ട്. ധർമ്മസമരം, ജിഹാദുണ്ട്. ജിഹാദുൻ വ നിയ്യത്തുൻ, നിയ്യത്തുമുണ്ട്. നല്ല നിയ്യത്തും. അപ്പോൾ ഒരാളുടെ നിയ്യത്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് പ്രതിഫലം കിട്ടുന്നർത്ഥം. അപ്പോൾ ഫഇദസ്തുൻഫിർതും, നിങ്ങൾ ജിഹാദിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, ജിഹാദ് നടത്താൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ, ഫൻഫിറു, നിങ്ങൾ ജിഹാദ് ചെയ്യാൻ പുറത്തു വരണം. ജിഹാദ് വഇദസ്തുൻഫിർതും, നിങ്ങൾ ജിഹാദിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ, അത് ആര്? നമ്മളോടല്ല കേട്ടോ, ഇന്ത്യക്കാരോടൊന്നല്ലേ ഈ പറയണേ. ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമായി ഭരണമുള്ള സ്ഥലത്ത് ഇമാമ് യുദ്ധം ചെയ്യാൻ വേണ്ടി, ജിഹാദിനു വേണ്ടി ക്ഷണിച്ചാൽ, ഫൻഫിറു, നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക. വഇദസ്തുൻഫിർതും, നിങ്ങൾ ജിഹാദിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ, ആവശ്യപ്പെട്ടാൽ, നിങ്ങൾ ജിഹാദിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ, അതിന് ജിഹാദ് ചെയ്യാൻ വേണ്ടി ഇമാമ് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, ഫൻഫിറു, നിങ്ങൾ പുറപ്പെടുക. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് എല്ലായിടത്തും യുദ്ധം ചെയ്യണം, ജിഹാദിന് വേണ്ടി പോകണം എന്നൊക്കെ മനസ്സിലാക്കിയതുണ്ട്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ 2 രൂപത്തിലുണ്ട്. ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കാൻ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ശത്രുക്കൾ വരികയാണെങ്കിൽ അവിടെയുള്ള ഇമാമ് ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം, ജിഹാദ് ചെയ്യണം. എന്നാൽ സൗഹൃദ രാജ്യങ്ങളിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊന്നും ഒരു നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നല്ല. അത് നമുക്ക് കോടതി മുഖാന്തരമോ മറ്റു വിഷയങ്ങളോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാനും നിർദ്ദേശിക്കാനൊക്കെ സാധിക്കും. ചിലപ്പോൾ വിഷമങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും നമ്മൾ ആയുധം എടുക്കാനോ ഭരണകൂടത്തിനെതിരെ തിരിയാനോ പാടില്ല. കാരണം നമ്മുടെ മുൻഗാമികളായ ഒരുപാട് ആളുകൾ അവർ പലരും ജയിലിൽ കടന്നിട്ടുണ്ട്. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടും ഖുർആൻ ഇതാണ് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ദീനിന്റെ നിയമങ്ങൾ പറയാത്തത് കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ജയിലിൽ കടന്നിട്ടുണ്ട്. ഒരുപാട് പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്. അവരൊന്നും എന്തായിട്ടില്ല, നിങ്ങളെല്ലാവരും ഭരണകൂടത്തിനെതിരെ തിരിയണം എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമികമായ രൂപത്തിൽ ജിഹാദ് അനുവദനീയമാകുന്ന സമയത്ത് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ജിഹാദിന് ഇറങ്ങണം എന്ന് ഇമാമ് പറയുകയാണെങ്കിൽ, ഓരോരുത്തരും തോന്നിയതിനനുസരിച്ചാണ്. നമ്മളെ ചില സ്ഥലത്ത് പറഞ്ഞില്ല, ഹിസ്ബുള്ള, മറ്റ്
മറ്റൊരു സുഡാനിക്കാര് അങ്ങനെയുള്ള ആളുകൾ ഒറ്റ തോന്നിയ കാലം പറയുന്നതിനല്ല, ഔദ്യോഗികമായി വിഘടനവാദികളെ കുറിച്ചൊന്നുമല്ല ഈ പറയുന്നത്. ഔദ്യോഗികമായി ഭരണത്തിലുള്ള ഒരു പ്രസിഡന്റോ അവര് പറഞ്ഞാൽ യുദ്ധത്തിന് നിങ്ങൾ ഇറങ്ങണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ ഇതിൻ്റെ നേരെ ട്രാൻസ്ലേഷനൊക്കെ എടുത്ത് ചില ആളുകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇസ്ലാം ഇങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കും. യെസ്, അതെ. അതിൽ കുറെ മുശ്രിക്കീങ്ങളെ കൊല്ലണം, അവരെ കൊല്ലണം, മറ്റവരെ കൊല്ലണം, ഓരോന്നിനും ഓരോ കോണ്ടക്സ്റ്റ് ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ പറയാണ് തച്ചോളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്ന സമയത്ത് പറയുന്ന രൂപത്തിൽ പറയുന്ന എന്താ പറയുക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ആളുകളെ, അല്ലാതെ ലോകത്തുള്ള മുഴുവൻ ആളുകളെ തല്ലണം എന്ന് ഞാൻ പറയല്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കോമൺ ആയിട്ടുള്ള ഒരു സെൻസ് വേണ്ടതാണ്, അതില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഐഷ ബീവി പറയാണ്, നബി തങ്ങൾ പറഞ്ഞു ലാ ഹിജറത്ത ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം ഹിജറയില്ല, ഫത്ഹിന് ശേഷം ഹിജറ ഇല്ല. അപ്പൊ അവിടെ പൂർണ്ണമായ ആശയമാണ്. ഇനി വലാക്കിൻ എങ്കിലും എന്തുണ്ട് അവിടെ, ബട്ട് എന്ന് പറയില്ല നമ്മള്, നോട്ട് ഓൺലി ബട്ട്, ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ബട്ട് എന്ന് പറയുമ്പോൾ ഒരു സെൻസ് വരും, അതാണ്. പക്ഷേ ജിഹാദ് ഉണ്ട്, ഇപ്പൊ നെയ്യത്തും നല്ല ഉദ്ദേശങ്ങളും ഉണ്ട്. വൈദസ്കുൻ ഫിർത്തും, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി വിളിക്കപ്പെടുകയാണെങ്കിൽ ഫൻഫിറു, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടണം. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ മാനാഹു, ഹദീസിന്റെ അർത്ഥം ലാ ഹിജ്റത മിൻ മക്കത്ത, മക്കയിൽ നിന്ന് ഹിജ്റയില്ല എന്നാണ്. കണ്ടോ, ആ മീനിങ് നബിമാമ കൊടുക്കുകയാണ്. നീ തെറ്റിദ്ധരിക്കണ്ട, ലോകത്ത് എവിടെയും ഹിജ്റ ഇല്ല എന്നല്ല, മക്കയിൽ നിന്ന് ഇനി ഹിജ്റയില്ല. കാരണം എന്താണ്? അന്നഹ, കാരണം മക്ക സ്വാറത്ത്, അതായി തീർന്നു, ദാറ ഇസ്ലാമിൻ, ഇസ്ലാമിന്റെ ഭവനമായി തീർന്നു, ഇസ്ലാമിന്റെ ഭരണത്തിൽ സാറത്ത് ആയി തീർന്നു, സാറ ആയി തീർന്നു. ദാറ ഇസ്ലാമിൻ, ഇസ്ലാമിന്റെ വീടായി തീർന്നു. ഇസ്ലാമിന്റെ വീട് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിന്റെ ഭരണമുള്ള, ഇസ്ലാമിന് ആധിപത്യമുള്ള സ്ഥലമായി തീർന്നു. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആധിപത്യമുള്ള സ്ഥലമാണ്. ഇസ്ലാമിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ആധിപത്യമുള്ള സ്ഥലമായി തീർന്നു. ഇനിയിപ്പോൾ അവിടുന്ന് എന്ത് വേണ്ട, ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. അവിടെ ജിഹാദ് ഉണ്ടാവും. എങ്ങനെ? അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്, വിഘടനവാദികൾ ഉണ്ടാകുകയാണ്, മറ്റു വിഷയങ്ങളുണ്ടാകും. അപ്പോൾ യുദ്ധം ചെയ്യും. ശത്രുക്കളോട് മാത്രമല്ല, സക്കാത്ത് കൊടുക്കാത്ത ആളുകളോട് വരെ, മുസ്ലിങ്ങളോട് വരെ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ ഇസ്ലാം. അപ്പം അമുസ്ലിമീങ്ങളോട് മാത്രം യുദ്ധം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ ഇസ്ലാമിന്റെ കൃത്യമായ കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. അവരെന്ത് ചെയ്യണം? ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാത്ത ചില പ്രത്യേക കേസുകളിൽ അവരെ കൊല്ലേണ്ടി വരുമല്ലോ. അതും ശത്രുക്കളായതുകൊണ്ട് മാത്രമല്ല, മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്കല്ല, ഇസ്ലാമികമായ മതനിയമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ അതെ, അത് നമ്മള് മുസ്ലിമായ ആളുകളല്ലല്ലോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മുസ്ലിംസിൽ പെട്ട ആളുകളെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏതായാലും നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് എല്ലാം നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് ഒരു പറയാൻ പറ്റണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അത് മതി. അപ്പം ഇതിൽ ഫീലുകൾ കുറച്ച് പഠിച്ചു, ജറ് ചെയ്യുന്ന കുറേ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? ശേഷം കെസറ് വരുന്ന കുറേ അക്ഷരങ്ങൾ പഠിച്ചു. ഇനിയും കുറച്ചും കൂടി അക്ഷരങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ എന്ത് ചെയ്യുമെന്നറിയാം, നമ്മൾ ഖുർആൻ ഓതുമ്പോഴും നമ്മൾ അറബി വായിക്കുന്ന സമയത്തും അതൊരു പൂർണ്ണമായ ഒരാശയം നമുക്ക് ഗ്രഹിക്കാൻ കഴിയണം. ഇസ്മാണോ ഫെയിലാണോ ഹർഫാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പൂർണ്ണമായ ഒരാശയം നമുക്ക് കിട്ടണം. ചിലപ്പോൾ നമുക്ക് വേർഡ് മീനിങ് ഡിക്ഷണറി നോക്കണമെങ്കിലും ഇതിൻ്റെ സ്ട്രക്ചറുകൾ നമ്മുടെ മനസ്സിൽ വേണം. ഇതെന്തായിരിക്കും, ഇതിൻ്റെ ഈ ഒരു വെർബ് വന്നാൽ അതിൻ്റെ സബ്ജക്റ്റ് ഇന്നതാണ്, അതിൻ്റെ ഒബ്ജക്റ്റ് ഇന്നതാണ്, അതിൻ്റെ ഇന്നതാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും കഴിയണം.
ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. ക്ലിയർ അല്ലേ? മെസ്സേജ് അയക്കും. ഞാൻ ഇതിലുള്ള പദങ്ങളും വെച്ചിട്ടുള്ള സെന്റൻസുകളും കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് തിരക്കായിരുന്നു. ഇത് എനിക്ക് പറയാം കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا يا إله العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله. نعم. ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.